നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം. അവരോടൊപ്പം ചേർന്നാൽ മാത്രമേ അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. എന്നെ കൂടി കളി ചേർക്കോ? ഇതങ്ങനെ എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന കളിയല്ല. നീ കമ്പനിന്ന് സ്കൂട്ടായി പോയതല്ലേ? അയ്യോ, ആര് പറഞ്ഞു? ജീവൻ ഇങ്ങോട്ട് കണ്ടിട്ട് പോലുമില്ലല്ലോ. എന്തോ വലിയ ഓട്ടമായിരുന്നില്ലേ? അത് ഓട്ടമല്ല, ജീവൻ മരണ പോരാട്ടമായിരുന്നു. അവസാനം അതിലിവൻ ജയിച്ചു. അതിന് കിട്ടിയ സമ്മാനം ഇത്. നോക്കട്ടെ, എന്ത് സമ്മാനം ഞാൻ കൂടെ നോക്കട്ടെ. ഞാനറിയാത്ത എന്ത് ജീവൻ മരണ പോരാട്ട ജീവൻ നടത്തിയെന്ന് എനിക്കറിയണം. വേണ്ട വേണ്ട, ഇനി നിനക്കിത് തൊടാൻ അവകാശമില്ല. അങ്ങനെ പറയല്ലേ ജീവൻ. എന്റെ അച്ഛനോട് എന്നെ കല്യാണം കഴിക്കാൻ വരെ തയ്യാറാണെന്ന് പറഞ്ഞ ആളല്ലേ. അപ്പൊ പിന്നെ ജീവന് കിട്ടിയ സമ്മാനം എനിക്കല്ലേ ഏറ്റവും കൂടുതൽ അവകാശപ്പെട്ടത്? അതിന് നീ എന്നെ കല്യാണം കഴിക്കാതെ എന്നിട്ട് അവകാശം പറ. മര്യാദയ്ക്ക് അങ്ങ് നന്ദി. സത്യം പറ ജീവൻ, ഇതെന്താ? നിങ്ങൾ സംസാരിക്കുന്ന പലതും ഞാൻ കേട്ടു. അതിന്ന് എനിക്ക് മനസ്സിലായത് എന്നെ ജീവിതകാലം മുഴുവൻ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോംബ് ഇതിലുണ്ടെന്ന. ഞാൻ കാണിച്ച സ്നേഹവും എന്നോടുള്ള സ്വാതന്ത്ര്യം മുതലെടുത്ത് ഞാൻ പോലും അറിയാതെ എന്റെ വേണ്ടാത്ത ദൃശ്യങ്ങൾ പകർത്തിയ ഒരു ഫോണാണ് ഇതിനകത്തുള്ളത്. എന്നോടിത് വേണ്ടായിരുന്നു ജീവൻ. എനിക്ക് പ്രിയപ്പെട്ടവരെല്ലാം എന്നോട് ഈ കൂട്ട് വേണ്ടാന്ന് പറഞ്ഞപ്പോഴും എന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നവളാ ഞാൻ. എന്നെയാ നീ ചതിച്ചത്. ഇല്ലടാ, ഇനി നിന്നെ ഞാൻ വിടില്ല. നീ എന്നെ ചതിച്ചതിനുള്ള തെളിവാണിതെങ്കിൽ ഇത് ഞാൻ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. നിനക്കുള്ള ശിക്ഷ ഞാൻ വാങ്ങിത്തരും. എടി മഞ്ചാടി, മഞ്ചാടി, മഞ്ചാടി നിൽക്കാൻ. അതൊക്കെ പറഞ്ഞത് എടി മര്യാദയ്ക്ക് തരാ പറഞ്ഞ മഞ്ചാടി. ഇനി അവള് പോയിക്കോട്ടെ. എടാ, നീ ആ ജീവൻ ഈ നിലയിലാക്കിയെന്ന് എനിക്കറിയാം. പക്ഷെ നിന്റെ ഒന്നും ചതിയിൽ വീഴേണ്ട കാര്യം എനിക്കില്ല. മഞ്ചാടി, തരാനാ പറഞ്ഞത്. മഞ്ചാടി വിട്. മഞ്ചാടി, നീ കരുതും പോലെ അതിലൊന്നുമില്ല. നീ ആവശ്യമില്ലാതെ വഴക്കിടുക അല്ല. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോ ഇവൻ എന്നെ ചതിക്കായിരുന്നെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സ്റ്റഡി ടൂറിന് പോയ ടീമിന്റെ ഒപ്പം എന്നെ എത്തിക്കാന്ന് പറഞ്ഞ് നീ എന്നെ മലപ്പുറം കോവളത്തെ ഹോട്ടലിൽ കൊണ്ടുപോയല്ലേടാ. അവിടെ എന്നെ രക്ഷിക്കാൻ ശ്രമിച്ച ഗോകുലിനെ നീ പ്രതിയാക്കി. അതല്ലേ സത്യം? അതേടി, അത് തന്നെയാ സത്യം. നീ എന്താ വിചാരിച്ചേ? ഞാൻ നിന്നെ പ്രേമിച്ച് കെട്ടാൻ വേണ്ടി നടക്കുവാണെന്നോ? ക്യാമ്പസ് കാലം കഴിയുന്നവരെ അടിച്ചു പൊളിച്ച് ജീവിക്കണം. നിന്നെ ശരിക്കും അതിലൊന്ന് പെടുത്താൻ വേണ്ടി നടത്തിയ ഡ്രാമയായിരുന്നു കോവളം ട്രിപ്പ്. പക്ഷേ ആ തെണ്ടി ഗോകുല് കയറി വന്ന് അത് മുടക്കി. സാരമില്ല, അവനുള്ളത് കിട്ടിയല്ലോ. നിന്റെ കണക്കുകൂട്ടലും തെറ്റിയില്ല. ഇത് നിനക്കുള്ള പാക്കറ്റാ. നീ അധികം ഉടക്കാൻ വന്നാ നാളെ വൈറലാവും. അത് വേണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിച്ച് നടന്നോളണം. വാടാ. മഞ്ചാടി, നീ എന്തേ കാണിക്കുന്നേ? വാ, നീ അബദ്ധം കാണിക്കാൻ. നിങ്ങൾ വാ, വാ മഞ്ചാടി, നീ വാ. മഞ്ചാടി, ഞാൻ പറയുന്നത് കേൾക്ക്. വണ്ടി കയറിയിട്ടാവണ്ടെങ്കിൽ വിളിച്ചോണ്ട് ഓടാവളെ. വാ.
വരണ പറഞ്ഞു വാ മഞ്ചാടി